രമി ചേച്ചി എന്തോ ആര്യൻ കുട്ടനെത്താണ്. വെൽക്കം ആര്യൻ ഓൺ സ്റ്റേജ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? മക്കളെ പേടിച്ചു പോയല്ലോടാ, നീ വന്നത് പറഞ്ഞില്ല. പെട്ടെന്ന് എവിടുന്ന് ഒരു അശരീരി പോലെ എം ജി അങ്കിളെ എന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അണ്ണാ, അണ്ണനല്ലല്ലേ? കണ്ടോ മാറി എല്ലാവരുടെ മനസ്സിലല്ലേ? എന്റെ മനസ്സ് മുഴുവൻ ആര്യനാ. അല്ല, അണ്ണാന്ന് അല്ല, അതായത് ബഹുമാനം കൊണ്ട്. അണ്ണാന്നോ? അണ്ണാ ആര്യ ആര്യ ആര്യ. വീണ്ടെടുത്ത് കിടന്ന് ആര്യക്കുട്ടാ, എടാ അണ്ണൻ പൊന്നണ്ണ ആര്യ. വേണ്ട വേണ്ട വേണ്ട. നിന്നെ എനിക്ക് എന്തൊരു സ്നേഹമാണെന്നറിയോ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണേ തരും. എനിക്ക് എന്തെങ്കിലും നല്ല സ്നേഹ. പക്ഷേ എടാ, എനിക്ക് അതിന്റെ 4 ഇരട്ടിയാ നിന്നോടുള്ള സ്നേഹം. ഞാനിത് ആരോട് പറയും? ഞാൻ ഉറക്കത്തിൽ പോലും നാളെ ഷൂട്ടാണോ, അയ്യോ ആര്യനെ കാണാലോ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറയട്ടെ. എന്തൊക്കെയാ ഈ കൊച്ചു ഫ്ലോറിൽ നടക്കുന്നത്? അണ്ണനും റിമി ചേച്ചിയും പ്രൊഫൈൽ എടുക്കുന്നു, ടെലികാസ്റ്റ് ചെയ്യുന്നു, വൈറലാവുന്നു. അതായിക്കോട്ടെ, പക്ഷെ എനിക്കും നിനക്കുള്ള സ്നേഹം ആരെങ്കിലും ഞങ്ങളൊന്നും വേണ്ടേ? എടാ എന്റെ ചങ്കാടാ നീ. പൊട്ടിപ്പോയി. നീ ധൈര്യമായിട്ട് ഞാൻ ഉണ്ടറാ. പ്രൊഫൈൽ എടുക്കാൻ നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാം, ഏ ലെവലിൽ പോകുന്നറിയാം. നമ്മള് രണ്ടുപേരും കൂടെ ഒരു സംഭാഷണം നമ്മളങ്ങോട്ട് എടുക്കും, എടുത്തിട്ട് ഒരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കും. അത് ആ റീലുണ്ടല്ലോ, 10 മില്യൺ. ഓ, കുറഞ്ഞത് 10 മില്യൺ പോരെ? എടാ നമ്മുടെ ഗായു നമ്മൾ അന്ന് കണ്ടില്ലേ? ഇവര് ഈ പറയണ ഫേക്ക് പ്രശംസയൊന്നും വിശ്വസിക്കണം. അയ്യോ, ഇത് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന്. ആകെ എനിക്ക് മാത്രമേ ഫേക്ക് പറയാറുണ്ട്, പക്ഷെ ഇതെന്റെ ഉള്ളിൽ ഞാനും അണ്ണനും എടുത്ത പ്രൊഫൈല് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ അറിയാം. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്തോ അണ്ണൻ മാത്രം എന്തോ വലിയത്. മനുഷ്യരല്ലേ ആര്യക്കുട്ടാ? ഹാപ്പി ആയിട്ടോ. ആര്യൻകുട്ടന്റെ പാട്ട് കേട്ടപ്പം ആന്റിക്കും ശരിക്കും സ്വർഗത്തിലെത്തിയ മാതിരി തോന്നി. അത്ര സ്വീറ്റ് വോയിസ് ആണ്. അതെങ്ങനെ ഇത്ര സ്വീറ്റ് വോയിസ് കിട്ടിയത്? എന്നും ഗുലാബ് ജാം കഴിക്കണ്ടോ? എങ്ങനെ സ്വീറ്റ് ആയത് വോയിസ്? ഇല്ല, ഗുലാബ് ജാം ഒന്നും കഴിക്കില്ല. പക്ഷെ എന്താ സീക്രട്ട്? പഞ്ചസാര തിന്നു. ഈ പഞ്ചസാര എന്താണ് ഈ വോയിസിന്റെ സ്വീറ്റ്നെസിന്റെ പിന്നിലുള്ള രഹസ്യം? പ്ലീസ് ഒന്ന് അത് പറഞ്ഞു. ചായക്ക് പഞ്ചസാര ഒന്നുമില്ല, കയ്പ. കാരണം പറയൂ. ചിലപ്പോ ഞാൻ കൊറേ മതിയാൻ ഇടൂല, കുറച്ചിടാറുണ്ട്. അതുകൊണ്ട് അതൊന്നല്ല കാരണം. ഞാൻ പറയട്ടെ എന്താ കാരണം. കാരണം ആര്യൻകുട്ടന്റെ ഹാർട്ട് ഷുഗറുമായിരിയാണ്. അത്ര സ്വീറ്റ് മനസ്സാണ്, അതുകൊണ്ടാണ് വോയിസും ഇത്ര സ്വീറ്റ് ആയത്. ഓക്കെ, പക്ഷെ ഇപ്പൊ ഇത്തിരി കള്ളത്തരം വരുന്നുണ്ട്, ഇച്ചിരി വലുതാവുന്നുണ്ട്. നീ ഇച്ചിരി പക്വത വരുന്നു. ഈ ഹെയർ സ്റ്റൈല് കലക്കിയല്ലോ. ഇത് 1980s മിഥുൻ ചക്രവർത്തിയുടെ ഒക്കെ ഉണ്ടല്ലോ. ഇത് വേണമെന്ന് വെച്ച് വളർത്തുന്നതാ? അല്ല, എന്റെ ഇഷ്ടം ഞാൻ വളർത്തും. നീളം കൂടിയ ഇഷ്ടം. ഞാൻ ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് തരട്ടെ കെട്ടാൻ അടുത്ത വർഷം? പോണിറ്റെയിൽ അല്ലേ? പോണിറ്റെയിൽ ആക്കാം നമുക്ക്. ഇഷ്ടായി. എന്തായാലും കലക്കി മോനെ, സൂപ്പർ. ഗോഡ് ബ്ലെസ്. രമി, ഈ ലെജൻസ് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അതായത് യൂസഫ് അലി സാർ എഴുതിയിട്ടാണ്. സ്വർഗം താണിറങ്ങി വന്നതോ, അതിന്റെ ട്യൂൺ എങ്ങനെയാണ്? സ്വർഗം താണിറങ്ങി വന്നതോ. എങ്ങോട്ടാണ്? താഴോട്ട്. താഴോട്ട്. വന്നതോ താണിറങ്ങി വന്നതോ, അതുകൊണ്ട് താഴോട്ടിട്ടു. വന്നതോ താഴോട്ട് വന്നാറ്റു. അടുത്ത വരി സ്വപ്നം പീലി നിർത്തി നിന്നത്. പീലി നിർത്തോ മേലോട്ടാണ് നിന്നതോ. പിന്നെ ഈശ്വരന്റെ സൃഷ്ടിയിൽ സമമാണ്, അഴകെഴുന്ന അത്രയും സമമാണ്. ഇവിടെ ഒന്ന് ചേർന്നലിഞ്ഞതോ, അതായത് ഈ ഭൂമിയിൽ, അത് താഴെ വന്നു. അതാണ് ഇന്റലിജൻസ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.